എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. സോ ഇക്കഴിഞ്ഞ ദിവസം 14-ാം തീയതി, അതായത് നവംബർ 14-ാം തീയതി നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ദ യൂസ് ഓഫ് ഓഡ് ലെഗ് കാലിപ്പർ? അല്ലെ, ഓഡ് ലെഗ് കാലിപ്പറുമായി ബന്ധപ്പെട്ട് അത് ട്രൂ അല്ലാത്തത്, നോട്ട് ട്രൂ എന്നാണ് അവർ പറയുന്നത്. സോ ഹെർമാഫ്രോഡൈറ്റ് അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പറുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഫോർ ഫൈൻഡിങ് സെന്റർ ഓഫ് റൗണ്ട് റോഡ്, അത് നമുക്കറിയാം, അത് കൃത്യമായിട്ട് അത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഫോർ മേക്കിംഗ് ലൈൻസ് പാരലൽ ടു ഇൻസൈഡ് എഡ്ജ് നമ്മൾ ചെയ്യാറുണ്ട്. ഫോർ മേക്കിംഗ് ഇന്റേണൽ മെഷർമെന്റ് നമ്മൾ ചെയ്യാറില്ല. ഓപ്ഷൻ ഡി ഫോർ മേക്കിംഗ് ലൈൻസ് പാരലൽ ടു ദ ഔട്ട്സൈഡ് എഡ്ജ്, അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ നോട്ട് ട്രൂ ആയിട്ടുള്ള ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം: വിച്ച് പഞ്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ലൈറ്റ് പഞ്ചിങ് മാർക്സ് ഫോർ പൊസിഷൻ ഡിവൈഡേഴ്സ്. അതായത് ഡിവൈഡേഴ്സ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാണ്, പഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്ന പഞ്ച് ഏതാണെന്നുള്ളത് ഓപ്ഷൻ എ പ്രിക് പഞ്ച്, ഓപ്ഷൻ ബി ഡോട്ട് പഞ്ച്, ഓപ്ഷൻ സി സെന്റർ പഞ്ച്, ഓപ്ഷൻ ഡി ഹോളോ പഞ്ച്. സർ നമുക്കറിയാം ഇവിടെ എന്താ ഉത്തരം വരിക? ഓപ്ഷൻ എ പ്രിക് പഞ്ച് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം: വിച്ച് among the following steel rule is used to measure the depth of a keyway and smaller dia holes where ordinary steel rule cannot reach? അല്ലെ, ഇത്തരത്തിൽ ഓർഡിനറി സ്റ്റീൽ റൂൾ cannot reach അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉത്തരമായിട്ട് വരാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. നാരോ സ്റ്റീൽ റൂൾ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് among the following hammer is used to spread the metal in one direction? ഒരു ഡയറക്ഷനിലേക്ക് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായിട്ട് പറയാം, ദാറ്റ് ഈസ് ക്രോസ് പീൻ ഹാമർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് ന്യൂ ത്രെഡ്? പുതിയ ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാത്ത ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഡൈനട്ട്, ഓപ്ഷൻ ബി ബോട്ടം ഡൈ, ഓപ്ഷൻ സി സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ഓപ്ഷൻ എ ഡൈനട്ട് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് ബ്രോക്കൺ ടാപ്പ്? അല്ലെ, പൊട്ടിയിട്ടുള്ള ടാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ ടൂളുകൾ ഏതാണ്? ഓപ്ഷൻ എ ടാപ്പ് എക്സ്ട്രാക്ടർ, ഓപ്ഷൻ ബി യൂസ് ഓഫ് പഞ്ച്, ഓപ്ഷൻ സി യൂസ് ഓഫ് ടാക്ക് വെൽഡിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. സോ നമ്മൾ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം: അക്കോർഡിംഗ് ടു ദ ഗ്രേഡ് വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ സി ബസ്റ്റാർഡ് ഫയൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, ബസ്റ്റാർഡ് ഫയൽ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The accuracy of measurement by tri-square is about dash per 10 mm length. അല്ലെ, 10 mm ലെങ്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്യുറസി പോയിന്റ് 002 ആണ് നമുക്കറിയാം. അല്ലെ, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. 0.002 mm ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം: നാരോ സർഫസ് എലോങ് ദ ഗ്രൂവ് ഓഫ് ദ ട്വിസ്റ്റ് ഡ്രിൽ വിച്ച് കീപ് ദ ഡ്രിൽ അലൈൻഡ് ഈസ് കോൾഡ്. നാരോ സർഫസ് എലോങ് ദ ഗ്രൂവ് ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ വിച്ച് കീപ് ദ ഡ്രിൽ അലൈൻഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ ബി മാർജിൻ ആണ് വരുന്നുണ്ടാവുക, മാർജിൻ അല്ലെങ്കിൽ ലാൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അക്കോർഡിംഗ് ടു ദ റെക്ടാംഗിൾ മെഷീൻ ടാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു. അക്കോർഡിംഗ് ടു ദ റെക്ടാംഗിൾ മെഷീൻ ടാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു. നമുക്കറിയാം മെഷീൻ ടാപ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോർമൽ, സോഫ്റ്റ്, അതുപോലെ തന്നെ ഹാർഡ് എന്ന നിലയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ചോദ്യം: ടു അവോയ്ഡ് ഓവർ ഹാങ്ങിങ് പ്രോബ്ലം വൈൽ ടേണിംഗ് ലെങ്തി ജോബ് വിച്ച് വർക്ക് ഹോൾഡിംഗ് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫ്രം ഫോളോയിങ്? തന്നിരിക്കുന്നതിനകത്ത് ഫോർ ലെങ്തി ജോബുകൾക്ക് നമുക്കത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഓവർ ഹാങ്ങിങ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട്. ഇൻ ബിറ്റ്വീൻ സെന്റേഴ്സ് ആണ് നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ളത്. വിച്ച് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടംബ്ലർ ഗിയർ? തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടംബ്ലർ ഗിയറിന്റെ ഫംഗ്ഷൻ എന്താണ്? സോ നമുക്കറിയാം, ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ലീഡ് സ്ക്രൂ. ലീഡ് സ്ക്രൂവിന്റെ ഡിറക്ഷൻ, റൊട്ടേറ്റിംഗ് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടംബ്ലർ ഗിയറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. മറ്റൊരു ചോദ്യം: ലിപ്പ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ ഈസ്. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ലിപ്പ് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ സി 8 ഡിഗ്രി ടു 12 ഡിഗ്രിയാണ്. 8 ഡിഗ്രി ടു 12 ഡിഗ്രിയാണ് ലിപ്പ് ആംഗിളിന്റെ ലിപ്പ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് മെഷീനിങ് ഓപ്പറേഷൻ വിവലിംഗ് ദ എൻഡ് ഓഫ് എ പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ? നിലവിൽ ഡ്രിൽ ചെയ്തിട്ടുള്ള ഒരു ഹോളിന്റെ എൻഡ് പോർഷൻ വിവൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക.
Which property of tool material to prevent breakage or bending of cutting tool when sudden load or impact applied? പെട്ടെന്നൊരു ലോഡ് കൊടുക്കുന്ന സമയത്ത്, ഇമ്പാക്ട് ലോഡ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രേക്കേജ് അല്ലെങ്കിൽ ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി, ടഫ്നെസ്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്പീഡ് ഓഫ് ടേണിംഗ് അലൂമിനിയം? അലൂമിനിയം കട്ടിങ് അല്ലെങ്കിൽ അലൂമിനിയം ടേൺ ചെയ്യുന്ന കറസ്പോണ്ടിങ് റെക്കമെൻഡഡ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 മുതൽ 100 ആണ് എന്നുള്ളത് നോക്കിയിട്ടില്ല. 70 മുതൽ 100 ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടേം മെഷീൻ ടൂൾ? മെഷീൻ ടൂളുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഡ്രിവൺ മെഷീൻ ടു പെർഫോം വേരിയസ് കട്ടിംഗ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. സോ പവർ ഡ്രിവൺ മെഷീൻ ടു പെർഫോം വേരിയസ് കട്ടിംഗ് ഓപ്പറേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ എ സ്പ്രിംഗ് പോൾ ലേത്ത് ടു റൊട്ടേറ്റ് ദ വർക്ക് പീസ്? അല്ലെ, റൊട്ടേറ്റ് ദ വർക്ക് പീസിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് പോൾ ലേത്തിൽ നമ്മൾ ഏത് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ബൈ പെഡൽ മെക്കാനിസം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ബൈ പെഡൽ mechanism. Which is the angle formed by cutting edge of taper and reamer axis? Taper and reamer axis corresponding cutting edge form ചെയ്യുന്നത്, that is taper lead angle ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, taper lead angle. മറ്റൊരു ചോദ്യം, which is the suitable angle for counter sinking self tapping screw? Counter sinking self tapping screwമായി ബന്ധപ്പെട്ട് corresponding ഓപ്ഷൻ ഡി ആണ്, 80 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. What is the least count of commonly used metric 3-point internal micrometer? 3-point internal micrometer least count എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 0.005 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. What is the formula using for turning time calculation? Turning time calculationമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഷീൻ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം L divided by F into capital N, അല്ലെങ്കിൽ L into small n divided by F into capital N എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ദ ജോബ്, എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സ്റ്റാർട്ട്, സോറി നമ്പർ ഓഫ് കട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കട്ടാണ് ഉദ്ദേശിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞ ഫീഡ് ആണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് RPM ആണ്, അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് L ഇൻറ്റു ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് കട്ട് ഇൻറ്റു നമ്പർ ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഫീഡ് ഇൻറ്റു RPM. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലേത്ത് സ്പെസിഫിക്കേഷൻ? ലേത്ത് സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെങ്ത് ഓഫ് ടെയിൽ സ്റ്റോക്ക് ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ലെങ്ത് ഓഫ് ടെയിൽ സ്റ്റോക്ക് അതൊരു സ്പെസിഫിക്കേഷൻ അല്ല. മറ്റു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഫോർജോ ചെക്ക് സ്ക്രൂ ഷാഫ്റ്റ്? ഫോർജോ ചെക്ക് സ്ക്രൂ ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, വിച്ച് പാർട്ട് ഈസ് ഹെഡ് ഷേപ്ഡ് അയൺ കാസ്റ്റിംഗ് ഓൺ എ ലേത്ത് ബെഡ് വേസൽ? അതായത് ലേത്ത് ബെഡ് വേസൽ നമ്മൾ യൂസ് ചെയ്യുന്ന എച്ച് ഷേപ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ സി, സാഡിൽ എന്ന് പറയുന്നുണ്ടാവുക. ഓപ്ഷൻ സി, സാഡിൽ. മറ്റൊരു ചോദ്യം, വിച്ച് ആക്സസറി ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ബെൻഡ് ടൈപ്പ് കാരിയർ ടു ട്രാൻസ്ഫർ ദ ഡ്രൈവ് ഫ്രം സ്പിൻഡിൽ ടു വർക്ക് പീസ്? അല്ലെ, ബെൻഡ് ടൈപ്പ് കാരിയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, ഓഫ് കോഴ്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ക്യാച്ച് പ്ലേറ്റിനൊപ്പമാണ് ബെൻഡ് ടൈപ്പ് കാരിയർ അല്ലെങ്കിൽ ബെൻഡ് ടൈപ്പ് ഡോഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് മൈക്രോമീറ്റർ എൻഷുർസ് യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ മെഷറിംഗ് പീസസ്? യൂണിഫോം പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക നമുക്കറിയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, റാച്ചറ്റ് സ്റ്റോപ്പ് ആണെന്നുള്ളത് അറിയാം, അല്ലെ. മറ്റു ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡ്രിൽ ഡയമീറ്റർ? ഡ്രിൽ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക ഓപ്ഷൻ സി, മാർജിൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, മാർജിൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് റീമർ used for reaming internal most tapered hole? Internal most tapered hole ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് റീമർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, സോക്കറ്റ് റീമർ ആണ് ഉത്തരമായിട്ട് വരിക, സോക്കറ്റ് റീമർ. In the letter series drill, what is the diameter of letter A? Letter A ഡ്രില്ലിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ, സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക, 5.944. മറ്റു ചോദ്യം, the figure shows the reading measurement taken by using vernier caliper. The correct reading എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരിക? സോ ഇവിടെ നമ്മൾക്കറിയാം ആ ഒരു കറക്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 60.56 ആണ്. 60.56 ആണ് ഉത്തരമായിട്ട് വരിക. നെയിം ദിസ് പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മൈക്രോമീറ്റർ. എക്സ്റ്റേണൽ മൈക്രോമീറ്ററിൽ ഈ ഒരു പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് റാച്ചറ്റ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു റാച്ചറ്റ് സ്റ്റോപ്പ് ആണ് ആ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റു ചോദ്യം, ദ നെയിം ഓഫ് ബിവൽഡ് സർഫസ് ഓഫ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഇൻ വിച്ച് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ്? അല്ലെ, ബിവൽഡ് ആയിട്ടുള്ളത് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി, തിമ്പിൾ ആണ്. സോ തിമ്പിൾ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ മറ്റൊരു ചോദ്യം, which is the correct statement in the case of a digital micrometer? Digital micrometer correct statement, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് LCD displays measuring data and makes direct reading out which resolution 0.001 ആണ്. അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
സോ അഗെയിൻ അവർ പറയുന്നത് LCD ഡിസ്പ്ലേയിൽ ഒരു റെസൊല്യൂഷൻ 0.005 എന്നാണ്, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മെഷറിംഗ് ഫേസ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് അലോയ് സ്റ്റീൽ ആൻഡ് ഫിനിഷ്ഡ് ടു പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് അല്ലെ, അതായത് അലോയ് സ്റ്റീൽ ആണോ അല്ലെ, കാർബൈഡ് ടിപ്പിഡ് അല്ലെ. സോ അതും നമുക്ക് റോങ് ആയിട്ട് പറയാം. ഓപ്ഷൻ ഡി പ്രൊവൈഡ്, ഓപ്ഷൻ സി, ഓപ്ഷൻ 4 അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് വിത്ത് കാർബൈഡ് ടിപ്പിഡ് മെഷറിംഗ് ഫേസ് ആണ്, അത് റൈറ്റ് ആൻസർ ആണ്. സോ 1ഉം 4ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, ദ സ്കെയിൽ ഗ്രാജുവേഷൻ ഓർ ഡിവിഷൻ ആർ മാർക്ക്ഡ് ഓൺ എ ബീം ഓഫ് വെർനിയർ കാലിപ്പർ ഈസ് നോൺ ആസ്. ബീം അല്ലെങ്കിൽ ബീമില് കൊടുത്തിരിക്കുന്ന സ്കെയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് ഈസ് മെയിൻ സ്കെയിൽ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മൈക്രോമീറ്റർ ഈസ് എ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. മൈക്രോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നമുക്കറിയാം, ദാറ്റ് ഈസ് സ്ക്രൂ ആൻഡ് ത്രെഡ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യം, which are the correct statement in case of outside micrometer? Outside micrometer correct statement, bevel, it is the circumference of bevel edge of thimble is graduated into 50 division, അത് റൈറ്റ് ആൻസർ ആണ്. Circumference of bevel edge of thimble is graduated to 25 division എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. In metric micrometer the pitch of the spindle is thread 0.5 റൈറ്റ് ആൻസർ ആണ്. മെട്രിക്കില് pitch of thread 0.01 എന്ന് പറയുന്നു, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1ഉം 3ഉമാണ് നമ്മളുടെ ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, ദ അക്യുറസി ഓഫ് കോമൺ ടൈപ്പ് ഓഫ് വെർനിയർ കാലിപ്പർ വിച്ച് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ടേണിംഗ് സർഫസ്. വെർനിയർ കാലിപ്പറിന്റെ ആ ഒരു ലിസ്റ്റ് കൊണ്ട് നമുക്കറിയാം 0.02 mm ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, if set the anvil face and spindle face of external micrometer is close together, the zero mark of circular scale is above the മെയിൻ സ്കെയിൽ ആണെങ്കിൽ, above the main scale ആണെന്നുണ്ടെങ്കിൽ the zero error micrometer is set to be, that is നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 40ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 40ാമത്തെ ചോദ്യത്തിനകത്ത് ചോദ്യം ഇതാണ്, ഫിഗർ ഷോ ദ റീഡിംഗ് വൈൽ മെഷറിംഗ് വിത്ത് 50 to 75 mm മൈക്രോമീറ്റർ, വിച്ച് വൺ ഈസ് കറക്റ്റ് റീഡിംഗ്. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ആ ഒരു റൈറ്റ് ആൻസർ ഇല്ല. അപ്പൊ അത് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക 63.63 തന്നെയാണ്. സോ അവിടെ ഉത്തരമില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ റോങ് ആണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യം, എക്സ്പ്രഷൻ 20H7P6 represent the type of fit in this capital H എന്ന് പറയുന്നത് എന്താണ്? സോ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഓഫ് ഹോൾ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഓഫ് ഹോൾ. മറ്റു ചോദ്യം, ചോദ്യം ഇതാണ്, ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം സൈസ് ഓഫ് ഹോൾ ആൻഡ് ദ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ്. മിനിമം സൈസ് ഓഫ് ഹോളും മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിലേക്ക് വരുന്നുണ്ടാവുക. സോ അവിടെ വരിക മിനിമം ക്ലിയറൻസ് ആയിരിക്കും അല്ലെ, മിനിമം ക്ലിയറൻസ് ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റു ചോദ്യം, ദ ഡിവൈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ വർക്ക് ഡ്യൂറിംഗ് ടേണിംഗ് ഇൻ ബിറ്റ്വീൻ സെന്റേഴ്സ്. ഇൻ ബിറ്റ്വീൻ സെന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ലെയ്ത്ത് കാരിയർ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. വിച്ച് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ് ലൂബ്രിക്കേഷൻ? ഗ്രാവിറ്റി ഫീഡ് മെത്തേഡ് ലൂബ്രിക്കേഷൻ ഉത്തരമായിട്ട് വരിക ദാറ്റ് ഈസ് വിക്ക് ഫീഡ് മെത്തേഡ് ആണെന്ന് ഓർത്തിരിക്കാം. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഗുഡ് ലൂബ്രിക്കന്റ്? ഒരു നല്ല ലൂബ്രിക്കന്റിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ലോ ഫ്ലാഷ് പോയിന്റ് ആണ് ഉത്തരമായിട്ട് വരിക. മറ്റു ചോദ്യം, the selection of a coolant does not depend upon, അല്ലെ, selection of coolant does not depend upon the density of the coolant, അല്ലെ, കൂളന്റിന്റെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടത് അത് ഡിപ്പെൻഡ് അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ടൂൾ സെന്റർ ഹൈറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ 4-bolt ടൂൾ പോസ്റ്റ് ബൈ യൂസിംഗ് പാരലൽ പാക്കിംഗ് ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ മറ്റു ചോദ്യം, എക്സ്പ്രഷൻ 25H7P6 is clearance fit from the chart. Deviation for a 25H7 is 0 - 0 എന്നാണ് 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദർ ഇസ് പ്ലസ് 0.021 ആൻഡ് 25P6 is plus positive 0.022 and positive 0.035. What is the maximum interference of the fit? ഇതിൽ മാക്സിമം ഇന്റർഫറൻസ് ആണ്. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ഓപ്ഷൻ സി ആണ്. സോ നെഗറ്റീവ് വരണമെന്നില്ല, ദറ്റ് ഇസ് 0.035 ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. കാലിപ്പർ അലോങ് വിത്ത് സ്റ്റീൽ റൂൾ ക്യാൻ മെഷർ ദ ഡയമീറ്റർ ഓഫ് ജോബ് ടു ആക്യുറസി. അതായത് കാലിപ്പറിനോടൊപ്പം നമ്മൾ സ്റ്റീൽ റൂൾ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വാട്ട് ഈസ് ദ പിച്ച് ഓഫ് മീഡിയം നെർലിംഗ്? അതായത് മീഡിയം നെർലിംഗിന്റെ പിച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി 1.25 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 1.25. മറ്റൊരു ചോദ്യം, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് മെഷീനിങ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ജോബ് വിത്ത് റെഫറൻസ് ടു ദെയർ ബോർ ആക്യുറസി? ഇതിൽ നമ്മൾ ആ ഒരു ദാറ്റ് ഈസ് ഹോളോ ആയിട്ടുള്ള വർക്ക് പീസുകൾ കൃത്യമായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, നമ്മുടെ മാൻഡിലാണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, ഇൻ ബി എ സിസ്റ്റം ലിമിറ്റ് ആൻഡ് ഫിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ഈസ് ടോളറൻസ് ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ഉത്തരം.
which lathe center is used while facing the job without disturbing setting. That is lathe center is used for phasing operation നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റർ ഏതാണെന്ന് ചോദിച്ചാൽ that is half center ആണ്. Option A will be the right answer. The follower rest is fixed on. Follower rest എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക? Yes, the back end of carriage ആണ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, the back end of carriage. The plunger type dial indicator working on principle of plunger type dial indicator വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം rack and pinion mechanism. Option B will be the right answer. Option B, rack and pinion mechanism. What is the taper angle of metric taper? Metric taperന്റെ taper angle എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is 2 degree 51 minute 51 second ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റേ ചോദ്യം, the diameter of taper pin is specified by. diameter of taper pin സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് സ്മോൾ ഡയമീറ്ററുമായി ബന്ധപ്പെട്ടാണ്. സോ ഓപ്ഷൻ ഡി will be the right answer. Which formula is used to find the big diameter dimension of Journo taper? Journo taperന്റെ big diameter അല്ലെ, വലിയ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ that is number divided by 8 ആണ് നമ്മുടെ ഡയമീറ്റർ വലിയ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ചെറിയ ഡയമീറ്റർ ആണെങ്കിൽ നമ്പർ ഡിവൈഡ് ബൈ 10, ലെങ്ത് ആണെങ്കിൽ നമ്പർ ഡിവൈഡ് ബൈ 2. ഓക്കെ. മറ്റേ ചോദ്യം, മെട്രിക് ടേപ്പർ ആർ എക്സ്പ്രസ്ഡ് ഇൻ വിച്ച് യൂണിറ്റ്? മെട്രിക് ടേപ്പർ നമ്മൾ ഏത് യൂണിറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, നമ്പറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. The include angle of Morse taper include angle നമുക്കറിയാം that is 3 degree ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. Which letter is indicated conicity of taper? Conicity of taper നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ഓപ്ഷൻ സി, കെ എന്ന് പറയുന്ന വാല്യൂമായി ബന്ധപ്പെട്ടാണ്. കെ എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. During taper turning off by offsetting tailstock offset method നമ്മൾ ബോഡി ആണോ ബേസ് ആണോ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് ഡൗട്ട് വരുന്നുണ്ടാവുക. സോ നമുക്കറിയാം ബേസ് ഫിക്സ്ഡ് ആയിരിക്കും, ബോഡി ആയിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ബോഡി ഓഫ് ടെയിൽ സ്റ്റോക്ക് ആണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, മോസ്റ്റ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഇസ് അവൈലബിൾ. മോസ്റ്റ് സ്റ്റാൻഡേർഡ് ടേപ്പർ ദാറ്റ് ഈസ് M0, M0 to M7 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 8 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ടോട്ടൽ 8 നമ്പേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. Which when using a taper turning attachment for turning taper, the formula used for calculating the setting angle നമുക്കറിയാം that is d minus d divided by 2 times L ആണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ is equal to ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. In assembled part, which one provides self alignment? Self alignment കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേപ്പർ. ഓപ്ഷൻ സി will be the right answer. ടേപ്പർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. Taper can be expressed by. Taper നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി will be the right answer. ബിഗ് ഡയമീറ്റർ, സ്മോൾ ഡയമീറ്റർ ആൻഡ് ലെങ്ത് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. The ratio between the opposite side to adjacent side of a right angle triangle, നമുക്ക് opposite side by adjacent side ആണ് tan value വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ will be the right answer, tan value. Using compound slide method, which one is not produced? അല്ലെ, compound slide method നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ടേപ്പർ ത്രെഡ് കട്ടിംഗ് ആണ്. ഓപ്ഷൻ സി will be the right answer. C will be the right answer. ഓക്കെ, മറ്റൊരു ചോദ്യം ഇതാണ്. that is a tailstock offset method. Which is the following tailstock offset method? Which one of the principle is followed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ചോദ്യം. സോ ജോബ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ടൂൾ മൂവ്സ് പാരലൽ ടു ദ ആക്സിസ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ ടേപ്പർ റേഷ്യോ ഓഫ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ടേപ്പർ പിൻ? അല്ലെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പിൻ ടേപ്പറിന്റെ റേഷ്യോ ദാറ്റ് ഈസ് 1:48 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഉത്തരം ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബട്ടർസ് ത്രെഡ്? ബട്ടർസ് ത്രെഡിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് used for handling high thrust in one direction. So option C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി. മറ്റു ചോദ്യം, determine the change gear to cut 25 mm pitch thread on a lathe having 5 mm pitch lead screw. So option എന്താ വരിക? ഓപ്ഷൻ D will be the right answer. 50 teeth and driven teeth is 100 teeth അല്ലെ. സോ നമുക്കറിയാം driver divided by driven is equal to 2.5 divided by 5, that is 1/5. So 1/2 വരുന്നുണ്ടാവില്ലേ? 1/2. So 1/2 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അതിന്റെ റേഷ്യോ 50, അതുപോലെ തന്നെ 100 ആണ്. സോ 50/100 അല്ലെങ്കിൽ 1:2 റേഷ്യോയിൽ വരുന്നുണ്ടാവും. സോ 50 ടീത്ത് കറസ്പോണ്ടിങ് 100 ടീത്തിന് ഡ്രിവൺ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ ലീഡ് ഓഫ് M20 2.5 ട്രിപ്പിൾ സ്റ്റാർട്ട്? സോ ലീഡ് ഈസ് ഈക്വൽ ടു N times P ആണ്. സോ N എന്ന് പറയുന്നത് ഇവിടെ ട്രിപ്പിൾ സ്റ്റാർട്ട് ആണ്, 2.5. സോ ആൻസർ വിൽ ബി 7.5. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. Which driver gear is to use to cut a 3 mm pitch thread on a 6 mm pitch lead screw lathe? If driven gear
have 120 theta അല്ലേ 120 theta ഡ്രിവൺ ഗിയറിന് 120 theta ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡ്രൈവറിന് എത്ര ടിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ is equal to corresponding 3 divided by 6 അല്ലെ. സോ ഇവിടെയും 1/2 വരുന്നുണ്ടാകും. സോ നമുക്ക് ഡ്രിവൺ അറിയാം. സോ എക്സ് ഡിവൈഡ് ബൈ 120 is equal to 1/2. സോ അങ്ങനെയാണെങ്കിൽ 2x is equal to 120, x is equal to 120 divided by 2, 60. So option A will be the right answer. 60 theta is the right answer. Which is the most suitable instrument used to measure minor diameter of the external? External minor diameter we use common use in the vernier caliper. Option D will be the right answer. What is the meaning of given program line? Program line or given meaning in that is so G00 so G00 Z60 so the tool retracts from the work. Tool retracts from the work is ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യം. What is the meaning of W.5 in which given program line, that is G71, P10, Q20, U1, W.5, F.3? W എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is along the Z-axis ആയിരിക്കും. Z-axis depth of cut ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. സോ ഹിയർ ഫിനിഷിംഗ് അലൗൺസ് ഇൻ Z-axis ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട്. മറ്റൊരു ചോദ്യം. Which of the following G code is not used in thread cutting? Thread cutting നമ്മൾ യൂസ് ചെയ്യാത്ത G code ഏതാണെന്നുള്ളതാണ് ചോദ്യം. Which of the following is not used in thread cutting? Yes, option B G75 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം. What is the meaning of given program G74R4, G74Z50, Q8000 F 0.05 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ ബി ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആണ് നമ്മളുടെ ആ ഒരു കൊടുത്തിരിക്കുന്ന പെഗ് ഡ്രില്ലിംഗ് ആണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ATC ഇൻ CNC മെഷീൻ? ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ മെക്കാനിസം യൂസ്ഡ് ടു ചേഞ്ച് ദ ടൂൾ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ മെക്കാനിസം ഫോർ ടൂൾ ഡയറക്ട് ഇൻഡെക്സിംഗ്. യെസ്, ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അവിടെ എന്താണ് മെക്കാനിസം ടു ചേഞ്ച് ദ ടൂൾ ഓട്ടോമാറ്റിക്കലി അല്ലെ, ആ ഒരു ടൂള് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം. Which of the following statement is false in case of closed loop system? തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. Equipped to get feedback system correct and encoder is responsible for feedback system. Encoder are placed inside the control. Movement of each axis are timely monitored. So encoder is placed inside the control unit എന്നുള്ളതാണ് wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അത് പുറത്താണ് നമ്മൾ നോക്കാറ്. So option C will be the right answer. മറ്റു ചോദ്യം. പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം is suitable only for point to point നമുക്കറിയാം ഡ്രില്ലിംഗിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി will be the right answer, drilling operation. മറ്റു ചോദ്യം. G code used for data input in MM-ലുള്ള ഡേറ്റ ഇൻപുട്ട് ആണെങ്കിൽ G21 ആണ് കൊടുക്കുന്നുണ്ടാവുക. അത് ഇഞ്ചിലാണെങ്കിൽ G20 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി will be the right answer. Which of the following used to get drive on the CNC machine? CNC machine drive കിട്ടണമെന്നുണ്ടെങ്കിൽ corresponding മോട്ടർ വേണം. സോ ആക്സിസ് മോട്ടർ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി will be the right answer. മറ്റു ചോദ്യം. Which of the following statement is true? So true ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ that is workpiece 0 determines the workpiece coordinate system in relation to machine 0 point. Machine 0 point is fixed on the machine specified by the programmer. Wrong ആണ്. Distance to work 0 point from the machine 0 will be fixed at value. Option D, machine 0 point always lies in the center of the spindle nose. Okay, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. യെസ്, ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. യെസ്, ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, the workpiece 0 point determine the workpiece coordinate system relation to the machine 0 point അല്ലെ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അത് പ്രോഗ്രാമർ ഫിക്സ് ചെയ്യുന്നതല്ല. ഓപ്ഷൻ സി പറയുന്നത് ഡിസ്റ്റൻസ് ടു വർക്ക് 0 point from the machine 0 point will be fixed value അല്ലെ. ഫിക്സഡ് വാല്യൂ അല്ല. 0 point that is machine 0 point നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. വർക്ക് 0 നമുക്കത് മാറ്റാവുന്നതാണ്. സോ അത് ഫിക്സഡ് വാല്യൂ അല്ല എന്നുള്ളത് അറിയാം. സോ മെഷീൻ 0 point ഓൾവേസ് ലൈസ് ഇൻ സെന്റർ ഓഫ് ദ സ്പിൻഡിൽ നോസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വേരി ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് മാനുഫാക്ചറേഴ്സ് സെറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഉത്തരം എ ആയിരിക്കും വരുന്നുണ്ടാവും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. What will be the next tool location in the incremental program? Like the incremental program നമുക്കറിയാം absolute ഉണ്ട്, incremental ഉണ്ട്. So incremental ആണെങ്കിൽ reference to previous tool location ആയി ബന്ധപ്പെട്ടാണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
So the letter P in the ISO designation for the lathe tool holder PCLNL 2525M12 indicates. അതിനകത്ത് P എന്ന് വെച്ചാൽ നമുക്കറിയാം clamping of insert ആണ്. ഓപ്ഷൻ E ആണ് റൈറ്റ് ആൻസർ. Each of the following is not require compiler program. Compiler program വേണ്ടാത്ത ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ മാനുവൽ പാർട്ട് പ്രോഗ്രാം ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, ഇൻ വിച്ച് CNC turning operation the tool nose radius compensation G41 and G42 is essential. Essential ആയിട്ടുള്ളത് stepper turning and ball turning ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി will be the right answer. Which mechanical part is used to avoid backlash in positioning of tool in CNC machine? CNC machine at the backlash ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് that is recirculating ball screw. Recirculating ball screw. Which of the following statement is false? തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. The tightening of force on the screw thread is applied in anti-clockwise direction. Thread set to be right hand thread എന്നാണ് പറയുന്നത്. സോ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് പിച്ച് ഡയമീറ്റർ ഓഫ് ത്രെഡ്? അല്ലെ, പിച്ച് ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഉത്തരം തരിക്കുമ്പോൾ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മേജർ diameter and single major diameter and minor diameter. So major and difference between major diameter and single depth thread ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി will be the right answer. മറ്റു ചോദ്യം, name the type of thread whose one flank is perpendicular to the axis of thread and other flank is inclined. Butter thread ആണ്. ഓപ്ഷൻ സി will be the right answer. Which statement is true in case of worm thread? Worm thread ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ളത് നമുക്കറിയാം. ദാറ്റ് ഈസ് gives a high rate of speed reduction ആണ്. ഓപ്ഷൻ ബി will be the right answer. മറ്റു ചോദ്യം, if a thread is designated by M12 into 1.5 mm, how much will be the minor diameter? Minor diameter that is 10.16 mm ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി will be the right answer. What is the purpose of hand chaser? Hand chaserന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് മറ്റു ചോദ്യം വന്നത്. സോ നമുക്കറിയാം hand chaser to correcting and finishing the thread, അല്ലെ, correcting and finishing the thread ആണ് ഉത്തരമായിട്ട് വരിക. Which of the following criteria is used for selection of interchangeable angle of screw thread micrometer? എന്ത് ക്രൈറ്റീരിയ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ that is angle of thread, major diameter of the thread, root diameter of the thread, pitch and profile of the thread. That is option D will be the right answer. Pitch and profile of the thread. So match the following ആണ്. Match the following നോക്കി. സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ നമുക്കറിയാം എഫക്റ്റീവ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ത്രെഡ് പ്ലഗ് ഗേജ് നെറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. റിംഗ് ഗേജ് ബോൾട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. 1 എന്ന് പറയുന്നത് 3, 2 എന്ന് പറയുന്നത് 2, 3 എന്ന് പറയുന്നത് 1. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 99ാമത്തെ ചോദ്യം, which of the following statement is false in case of thread cutting? Thread cutting ആയി ബന്ധപ്പെട്ട് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. Thread chasing guide is accessory to catch thread exactly correct ആണ്. ഓപ്ഷൻ ബി, if the pitch to be cut is even number, the thread chasing guide can engage in any calibration rate correct ആണ്. The driver gear and the driven gear are changed according to the pitch of the thread to be cut on the correct ആണ്. So ഇവിടെ none of these ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി will be the right answer. Last question, which of the following thread is used in railway carriage coupling? Railway carriage coupling നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് that is knuckle thread ആണ്. ഓപ്ഷൻ സി will be the right answer. So 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത സെഷനിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, നന്ദി, നമസ്കാരം.